ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അച്ചു പുറത്തിറങ്ങിയതിന്റെ സന്തോഷത്തിൽ ചിന്നു ചന്ദ്രകാന്തത്തിൽ പായസം വെക്കുകയാണ്. ആ പായസം കൊണ്ടുവന്ന് ആര്യ അങ്ങനെ ചന്ദ്രയ്ക്കും വിജയ് ശങ്കറിനും കൊടുക്കുന്നുണ്ട്. ഇത് കഴിച്ചുകൊണ്ട് ചന്ദ്ര, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ആര്യ, നീ പായസമൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആര്യ പറയുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കിയതല്ല, ചിന്നു ചേച്ചി ഉണ്ടാക്കിയതാണെന്ന് പറയാണ്. ചന്ദ്ര അപ്പോൾ ഒന്നുകൂടി കുടിച്ചു നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, കൊള്ളാമെന്ന് പറഞ്ഞെങ്കിലും എന്തോ ഒരു കുഴപ്പമുണ്ട് പായസത്തിൽ എന്ന് പറയാണ്. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, വിജയേട്ട, നിങ്ങൾ കേസ് തോറ്റതിനാണ് ചിന്നു പായസം വെച്ച് ആഘോഷിക്കുന്നത് എന്നങ്ങനെ ചന്ദ്ര പറയുന്നതും അത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ചിന്നു വരികയാണ്. ചിന്നു എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ തോറ്റതിനൊന്നല്ല ഞാൻ പായസം വെച്ചത്, അച്ഛനും കേസിൽ തോറ്റില്ല, അമ്മയും തോറ്റില്ല, പക്ഷേ കുഞ്ഞമ്മാവൻ പുറത്തിറങ്ങിയല്ലോ, ആ സന്തോഷത്തിനാണ് ഞാൻ വെച്ചതെന്ന് ചിന്നു അങ്ങനെ പറയാണ്. എന്നാൽ അതൊട്ടും ഇഷ്ടമാവാതെ ചന്ദ്ര അപ്പുറത്ത് മാറി നിന്നുകൊണ്ട് ചിന്നുണ്ടാക്കിയ ആ പായസം കളയുകയാണ്. അത് കാണുന്നുമുണ്ട്. വിജയ് ശങ്കർ അപ്പോൾ ചിന്നുവിനോട് പറയുന്നുണ്ട്, നീയൊന്ന് എൻ്റെ കൂടെ വായോ, എൻ്റെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ സ്റ്റെക്കായി, ഞാൻ നോക്കിയിട്ട് ശരിയാവുന്നില്ല, മോളൊന്ന് വായോ എന്ന് പറഞ്ഞ് ചിന്നുവിനെ വിളിച്ചുകൊണ്ട് വിജയ് ശങ്കർ പോവുകയാണ്. അപ്പൊ തന്നെ ചന്ദ്രയോട് ദേഷ്യപ്പെടുകയാണ്, അമ്മ ഇപ്പൊ ചെയ്തത് ചീപ്പ് പരിപാടിയാണ്, പായസം അമ്മ കളയുന്നത് ഞാൻ കണ്ടു, ചിന്നു ചേച്ചി ഉണ്ടാക്കിയ പായസമേ അമ്മയ്ക്ക് കളയാനാവൂ, ചേച്ചി എടുത്ത് കളയാൻ പറ്റില്ല, അതൊന്ന് അമ്മ മനസ്സിലാക്ക് എന്ന് ആര്യ പറയുന്നതും ചന്ദ്ര പറയുന്നുണ്ട്, നീ പോയി നിന്റെ കാര്യം നോക്കടി എന്ന് ആര്യ അപ്പൊ തിരിച്ചു പറയാണ്. അതാണ് എനിക്കും പറയാനുള്ളത്, അമ്മയുടെ കാര്യം നോക്കിപ്പോ എന്ന് ആര്യ പറയുന്നതും ചന്ദ്ര ദേഷ്യം വന്ന് ആര്യയെ അടിക്കാനായി പോവുകയാണ്. ആര്യ അപ്പോഴേക്കും അച്ഛ ഓടി വായോ എന്ന് പറഞ്ഞ് വിജയശങ്കറിനെ അലറിക്കൊണ്ട് വിളിക്കുകയാണ്. വിജയശങ്കർ അപ്പൊ പുറത്തേക്ക് വന്ന് എന്താണ് കാര്യമെന്ന് ആര്യയോട് ചോദിക്കുകയാണ്. ആര്യ അപ്പൊ പറയുന്നുണ്ട്, ഒന്നുമില്ല അച്ഛ, ഇവിടെ ഒരു ഓന്ത് വന്നതാണെന്ന് പറയാണ്. വിജയശങ്കർ അപ്പൊ പറയുന്നുണ്ടോ, അത്രയേ ഉള്ളൂ, മനുഷ്യൻ പേടിച്ചു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ചുമ്മാ അമ്മയെ ഒന്ന് പേടിപ്പിച്ചതാണ്, ഇനിയെങ്കിലും ഒന്ന് നന്നാവും അമ്മയെന്ന് ആര്യ അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നങ്ങനെ പറയാണ്. അതിനുശേഷം രാത്രിയിൽ അച്ചുവും രുക്കുവും ഭക്ഷണമെല്ലാം കഴിച്ച് കിടക്കാനായി നിൽക്കുകയാണ്. കുറെ ദിവസങ്ങൾക്ക് ശേഷം അച്ചുവും രുക്കും ഒരുമിച്ചതിനാൽ അവര് വളരെ സന്തോഷത്തിലാണ്. അച്ചു പുറത്ത് നിൽക്കുകയാണ്. രുക്കു അപ്പ അച്ചുവിനെ അകത്തേക്ക് വിളിക്കുകയാണ്. നീ ഇത്ര നേരം പുറത്ത് എന്തെടുക്കുകയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ഞാൻ മുകുന്ദേട്ടനെ കാത്തു നിൽക്കുകയായിരുന്നു, മുകുന്ദേട്ട അത്യാവശ്യമായി ആരെയോ കാണാൻ പോയതാണ്, പക്ഷെ ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല, കണ്ടിട്ട് കിടക്കാമെന്ന് കരുതി, പക്ഷെ ഇനിയും ഏട്ടൻ വരാൻ ലേറ്റ് ആവും തോന്നുന്നു, ഇനിയിപ്പോ നാളെ രാവിലെ കാണാമെന്ന് അച്ചു അങ്ങനെ പറയുമ്പോൾ രുക്കു ചോദിക്കുന്നുണ്ട്, അച്ചു നാളെ രാവിലെ നടക്കാൻ പോകുന്നുണ്ടോ എന്ന്. അച്ചു അപ്പ പറയുന്നുണ്ട്, നാളെ എന്തായാലും പോകുന്നില്ല, കുറച്ച് ദിവസം കഴിയട്ടെ, നാളെ നടക്കാൻ ഇറങ്ങിയാൽ എല്ലാവരും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, അതൊന്ന് ഒഴിവാക്കാമെന്ന് അച്ചു അങ്ങനെ പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, സസ്പെൻഷൻ പിൻവലിക്കുന്നത് വരെ നീ റെസ്റ്റ് എടുക്ക്, ഇടയ്ക്കും പോവണ്ട, നീ എപ്പോഴും എൻ്റെ അടുത്ത് ഇരുന്നാൽ മതി എന്നങ്ങനെ രുക്കു പറയുമ്പോൾ അച്ചു ചോദിക്കുന്നുണ്ടോ, ഓരോന്ന് പറഞ്ഞു ഉടക്കുണ്ടാക്കാനല്ലേ, അതെനിക്കറിയാമെന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ ഉടക്കുണ്ടാക്കുന്നത് നിന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടല്ലേ, അത് ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം, വഴക്കിടാൻ നീയും അത്ര മോശമല്ല എന്നങ്ങനെ രുക്കു പറയുന്നതും അച്ചു രുക്കുവിനോട് പറയുന്നുണ്ട്, അതും സ്നേഹ കൂടുതൽ കൊണ്ടല്ലടി രുക്മിണി, ഇനിയിപ്പോ എന്ത് സംഭവിച്ചാലും ഈ രാത്രിയിൽ നമ്മൾ ഉടക്കുണ്ടാക്കുന്ന പ്രശ്നമില്ല എന്നങ്ങനെ അച്ചു പറയുന്നതും രുക്കു പറയുന്നുണ്ട്, രാവിലെ നീ വന്നപ്പോൾ നിന്റെ ശരീരം മുഴുവൻ ജയിലിന്റെ മണമായിരുന്നു എന്ന് രുക്കു പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ നാളെ നോക്കിക്കോ, നാളെ നേരം പുലരുമ്പോൾ എനിക്ക് നിന്റെ മണമായിരിക്കും, ഇന്ന് ഞാൻ സ്നേഹം കൊണ്ട് തുലാഭാരം നടത്തും എന്നും പറഞ്ഞുകൊണ്ട് അച്ചുവും രുക്കും റൊമാൻറ്റിക് ആവുകയാണ്. അപ്പോഴേക്കും അവരുടെ റൂമിൽ വന്ന് ആരോ കതക് തട്ടുകയാണ്. അച്ചു പോയി വാതിൽ തുറക്കുന്നതും മുകുന്ദനാണ്. മുകുന്ദൻ അപ്പൊ തന്നെ അകത്തേക്ക് വന്ന് അച്ചുവിനോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ മുകുന്ദൻ അപ്പോൾ റൂമിലേക്ക് വന്നത് രുക്കുവിന് ഒട്ടും ഇഷ്ടമാവുന്നില്ല. മുകുന്ദൻ അച്ഛനോട് പറയുന്നുണ്ട്, എടാ അച്ചു, ഞാൻ വരാൻ കുറച്ച് ലേറ്റായി, ഇല്ല നിങ്ങൾ കിടന്നായിരുന്നോ എന്ന് മുകുന്ദൻ അങ്ങനെ ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ഇല്ല ഞങ്ങൾ സംസാരിച്ച് നിൽക്കുകയായിരുന്നു എന്ന് പറയാണ്. എന്തായാലും അച്ചു, നീ കുറച്ച് ശ്രദ്ധിക്കണം, ഇതുപോലുള്ള കെണികൾ നിന്നെ കാത്തിരിക്കും, ഇപ്പോഴും ഒരു മുൻകരുതൽ വേണമെന്നൊക്കെ മുകുന്ദൻ അങ്ങനെ അച്ചുവിനോട് പറയുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് രുക്കു പറയുന്നുണ്ട്, ഇത്രയും സ്നേഹവും കരുതലുമുള്ള ഒരു ഏട്ടൻ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ് അച്ചു, ഇനി ഇത്രയും ജീവനായ ഏട്ടൻ അച്ചുവിനെ കാണാൻ ഒരു വട്ടമെങ്കിലും ജയിലിലേക്ക് പോയിട്ടില്ലല്ലോ, ഇതെന്താണെന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല, ഈ രാത്രിയിൽ തന്നെ നിന്റെ ഏട്ടൻ എന്തിനാണ് നമ്മുടെ റൂമിലേക്ക് വന്നത്, അത് മര്യാദകേടല്ലേ, നമ്മൾ ഭാര്യയും ഭർത്താവുമുള്ള റൂമല്ലേ ഇത് എന്നെല്ലാം രുക്കു മുകുന്ദനെ പരിഹസിച്ചുകൊണ്ട് പറയാണ്. അച്ചുവിന് ദേഷ്യം വന്ന് അച്ചു ഒന്നും മിണ്ടാതിരിക്കും രുക്കു എന്ന് പറയുന്നുണ്ടെങ്കിലും മുകുന്ദൻ പറയുന്നുണ്ട്, അല്ല അച്ചു, രുക്കു പറഞ്ഞതിലും കാര്യമുണ്ട്, ഞാൻ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു, ക്ഷമിക്കണം, സോറി എന്ന് പറഞ്ഞ് മുകുന്ദൻ അച്ചുവിനോട് പറഞ്ഞ് അങ്ങനെ റൂമിൽ നിന്നും പോവുകയാണ്. പിന്നീട് അച്ചു രുക്കുവിനോട് ദേഷ്യപ്പെടുകയാണ്. വാതിലടച്ചുകൊണ്ട് രുക്കുവിനോട് പോയി അച്ചു പറയുന്നുണ്ട്, എടി രുക്കു, നീ ഇതെന്താണ് കാണിച്ചത്, ഇത് ഇൻസൾട്ടായി പോയി, മഹാബോറൻ പരിപാടിയാണിത്,
പൂർവ്വ മുകുന്ദേട്ടനെ നീ ഇൻസൾട്ട് ചെയ്തതല്ലേ എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഏട്ടനൊന്നും തോന്നിയില്ല, നിനക്കാണ് പ്രശ്നം. ഇപ്പോൾ ഇതും പറഞ്ഞാണോ നീ ഇന്നത്തെ രാത്രി ഉടക്കുന്നതെന്ന് രുക്കു അങ്ങനെ ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, നീയല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്, ഇനി ഞാൻ നിന്റെ അടുത്തേക്ക് പോലും വരുന്നില്ല, ഞാൻ താഴെ കിടന്നോളാം എന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, എന്നാ പിന്നെ ഞാനും കൂടെ വരാമെന്ന്. അച്ചു അപ്പോൾ വീണ്ടും രുക്കുവിനോട് ദേഷ്യപ്പെടുകയാണ്, വേണ്ട, നീ എൻ്റെ കൂടെ തറയിൽ കിടക്കുകയാണെങ്കിൽ ഞാൻ മുറ്റത്ത് പോയി കിടക്കുമെന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ശരി വേണ്ട, അതിനിപ്പോൾ നാളെ ആരെങ്കിലും അറിഞ്ഞാൽ ഉള്ളതും പ്രശ്നമാവുമെന്ന് പറഞ്ഞ് രുക്കു ബെഡിലും അച്ചു അങ്ങനെ തറയിലും കിടക്കുകയാണ്. രുക്കു പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് മുകുന്ദനാണെങ്കിൽ ആകെ നാണം കെട്ട അവസ്ഥയിൽ ഹോളിൽ അങ്ങനെ നടക്കുകയാണ് ഒറ്റയ്ക്ക്. ആ സമയത്ത് അങ്ങോട്ടേക്ക് രമ്യ വരികയാണ്. രുക്കു പറഞ്ഞതെല്ലാം കേട്ട രമ്യ മുകുന്ദനോട് ചോദിക്കുന്നുണ്ട്, മുകുന്ദേട്ടൻ ഇപ്പം എന്തിനാണ് അവരുടെ റൂമിലേക്ക് പോയത്? അച്ചുവിനെ രാവിലെ കണ്ടാൽ മതിയായിരുന്നല്ലോ. ടീലെ പോലെയുള്ള ജീവിതമാണ് ചന്ദ്രകാന്തത്തിൽ. രുക്കു അതാണ് ശീലിച്ചിട്ടുള്ളത്. ഇതിനു മുന്നേ അവരുടെ ഫസ്റ്റ് നൈറ്റ് ദിവസം അർച്ചന ചേച്ചി അവരുടെ റൂമിലേക്ക് പോയതും രുക്കു അപമര്യാദയായിട്ടാണ് പെരുമാറിയത്. അറിഞ്ഞു വെച്ചുകൊണ്ട് മുകുന്ദേട്ടനിപ്പോൾ പോണായിരുന്നോ? മുകുന്ദേട്ടനോട് മാത്രമല്ല അവൾക്ക് എന്നോടുണ്ട് അവഗണന. ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഇതൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു എന്നങ്ങനെ രമ്യ സങ്കടത്തോടെ പറയുമ്പോൾ മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, കുഞ്ഞുമായിട്ട് ഇതിൽ എന്താണ് ബന്ധം രമ്യ എന്ന് ചോദിക്കുമ്പോൾ രമ്യ പറയുന്നുണ്ട്, ബന്ധമുണ്ട്. ഒരു പെണ്ണായിരിക്കെ മാത്രമേ അതിന്റെ വേദന മനസ്സിലാവൂ. അച്ഛനേച്ചിക്ക് വരെ നമ്മളോട് പക്ഷാഭേദമുണ്ട്. ഇല്ലാത്ത കാര്യമൊന്നുമല്ല, എന്റെ അനുഭവമാണ് പറഞ്ഞത്. നാത്തൂനെന്നും നാത്തൂനാണ് മുകുന്ദേട്ട എന്നെല്ലാം രമ്യ അങ്ങനെ പറയുന്നതും മുകുന്ദന് അർച്ചനയെ കുറിച്ച് പറയുന്നതൊന്നും ഇഷ്ടാവുന്നില്ല. അർച്ചനയെ കുറിച്ച് വാനോളം പുകഴ്ത്തുകയാണ് മുകുന്ദൻ. കേട്ട് രമ്യ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ശരി, ഞാനിനി അർച്ചനേച്ചിയൊന്നും പറയുന്നില്ല, അർച്ചനേച്ചി തനി തങ്കമാണ്, പോരെ, പ്രശ്നം തീർന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രമ്യ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ അച്ചു ഉറക്കമെഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് രുക്കു അച്ചുവിന്റെ അടുത്ത് കിടക്കുകയാണ്. അച്ചു രുക്കുവിന്റെ കൈയെടുത്ത് മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും രുക്കു സമ്മതിക്കുന്നില്ല. അച്ചു അപ്പം നീ എന്തിനാണ് ഇവിടെ വന്ന് കിടന്നതെന്ന് ചോദിക്കുകയാണ്. രുക്കു അപ്പം പറയുന്നുണ്ട്, നീ തന്നെയാണ് എന്നെ രാത്രി ഇങ്ങോട്ടേക്ക് വിളിച്ചത്, അങ്ങനെ ഞാൻ വന്ന് കിടന്നതാണ്, ഞാൻ ഇനി എന്തായാലും ഇവിടെ നിന്ന് മാറാൻ പോകുന്നില്ല, നീ കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റാ മതി എന്ന് പറയാണ്. വീണ്ടും അച്ചു എഴുന്നേൽക്കാൻ പിടിവാശി കാണിക്കുന്നുണ്ടെങ്കിലും രുക്കു അച്ചുവിനെ വിടാതെ പിടിച്ചിരിക്കുകയാണ്. അച്ചുവിന് അപ്പോൾ ഒരു ചിരിയൊക്കെ വരികയാണ്. പിന്നീട് മുകുന്ദനാണെങ്കിൽ റൂമിലിരുന്നു കൊണ്ട് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രമ്യ അപ്പം വന്ന് മുകുന്ദനോട് പറയുന്നുണ്ട്, ഡോക്ടറെ കാണേണ്ട സമയം കഴിഞ്ഞു. പറയുന്നത് വല്ലതും മുകുന്ദേട്ട കേൾക്കുന്നുണ്ടോ എന്ന് രമ്യ അങ്ങനെ ദേഷ്യപ്പെടുകയാണ്. മുകുന്ദനപ്പം ചോദിക്കുന്നുണ്ട്, ഞാൻ കേട്ടു, എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ രമ്യ പറയുന്നുണ്ട്, ഇതാണ് ഇവിടുത്തെ കുഴപ്പം, ഇത്രയും കാലം നമ്മൾ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയത്? ചെക്കപ്പിന്റെ കാര്യം വരുമ്പോൾ എന്താണ് ഒരു ഉദാസീനത മുകുന്ദേട്ടന്? അതുകൊണ്ടാണ് ഒരു കുഞ്ഞെന്ന എന്റെ സ്വപ്നമായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇപ്പൊ മുകുന്ദേട്ടന് ഒരു കുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് രമ്യ അങ്ങനെ പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, അതിൽ നീ പറഞ്ഞത് സത്യമാണ്, ഇത്ര വർഷമായിട്ട് നമ്മൾ ചികിത്സ നടത്തുന്നു, ഹോസ്പിറ്റലിൽ പോയി കുറെ മരുന്ന് കഴിച്ചു, ആ ഡോക്ടർ പോരാ എന്ന് കരുതി വേറെ ഡോക്ടറെ കാണിച്ചു, കുറെ കാശ് കൊടുത്തു എന്നല്ലാതെ ഒരു ഗുണവും കണ്ടില്ല. ഇപ്പൊ ഒരു ആശ്വാസമുള്ളത് വൈഫിന് വിശേഷമായില്ലേ എന്ന് ഇപ്പൊ ആരും ചോദിക്കാറില്ല. ആളുകൾ നമ്മളെ എഴുതി തള്ളിയെന്ന് തോന്നുന്നു. എത്ര ലോഡ് മരുന്നുകളാണ് നമ്മൾ വാങ്ങി കഴിച്ചത് എന്നങ്ങനെ മുകുന്ദൻ പറയുമ്പോൾ രമ്യയ്ക്ക് ദേഷ്യം വരികയാണ്. എന്ത് പറഞ്ഞാലും ഒടുവിൽ പണത്തിന്റെ കാര്യത്തിൽ വന്ന് നിൽക്കും. കക്ഷികളില്ലാതെ ആർക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ ക്യാഷ് സ്വരൂപിക്കുന്നത്? നിങ്ങൾക്ക് വെയ്യെങ്കിൽ വേണ്ട, ഞാൻ പോയി ഡോക്ടറെ കണ്ടോളാം, നിങ്ങളുടെ ക്യാഷ് ഒന്നും എനിക്ക് വേണ്ട, എന്തെങ്കിലും എടുത്ത് പണയം വെക്കാം, നിങ്ങൾ ഇങ്ങനെ നോക്കണ്ട, എൻ്റെ അമ്മ എനിക്ക് തന്ന 2 വളയുണ്ട്, അതുകൊണ്ട് ഞാൻ പണയം വെച്ച് ഹോസ്പിറ്റൽ കാണിച്ചോളാം എന്ന് രമ്യ അങ്ങനെ പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, വേണ്ട, ഞാൻ കൂടി ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് അങ്ങനെ പറയുമ്പോൾ രമ്യ പറയുന്നുണ്ട്, അങ്ങനെ ബുദ്ധിമുട്ടി വരണമെന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഡോക്ടറെ കണ്ടോളാം, മരുന്ന് വാങ്ങിച്ചിട്ട് വരുമ്പോൾ അതൊന്ന് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ് രമ്യ അങ്ങനെ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് ചന്ദ്രകാന്തത്തിലാണെങ്കിൽ രാവിലെ തന്നെ ചന്ദ്ര അങ്ങനെ നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തുണികളെടുത്ത് ചിന്നു അങ്ങോട്ടേക്ക് വരുന്നത്. ചിന്നു താഴെ നിന്നുകൊണ്ട് ആര്യയോട് വിളിച്ചു ചോദിക്കുന്നുണ്ട്, ആര്യ, നിന്റെ തുണി എന്തെങ്കിലും അലക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ എടുത്തു തായോ, ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാമെന്ന് പറയാണ്. ആര്യപ്പ പറയുന്നുണ്ട്, നോക്കട്ടെ ചേച്ചി, ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോവുകയാണ്. ചിന്നുവും ആര്യയുടെ കൂടെ റൂമിലേക്ക് പോകുന്നുണ്ട്. ചന്ദ്ര അപ്പോൾ ഇന്ന് ഇവൾക്ക് ഞാനൊരു പണി കൊടുക്കാമെന്ന് കരുതി പുറത്ത് വർക്ക് ഏരിയൻ്റെ അവിടെ പോയി. ഏതായാലും ഇവളുടെ അച്ഛൻ വാങ്ങിച്ചെന്ന വാഷിംഗ് മെഷീൻ അല്ലേ, അതിപ്പോൾ കേട് വന്നാലും എനിക്കൊരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞ് ചിന്നു വാഷിംഗ് മെഷീനിൽ തുണികൾ കഴുകാതിരിക്കാനായി ചന്ദ്ര ആ വാഷിംഗ് മെഷീൻ കേടാക്കി വെക്കുകയാണ്. ചിന്നു തുണികൾ കൊണ്ടുവന്ന് വാഷിംഗ് മെഷീനിൽ ഇടാൻ നോക്കുന്നതും വാഷിംഗ് മെഷീൻ ഓൺ ആവുന്നില്ല. ചന്ദ്രയാണെങ്കിൽ ഇതെല്ലാം മറിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന് ഒന്നും അറിയാത്തതുപോലെ എന്തു പറ്റി ചിന്നു എന്ന് ചന്ദ്ര അങ്ങനെ ചോദിക്കുകയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല, വാഷിംഗ് മെഷീൻ ഓൺ ആവുന്നില്ല എന്ന് പറയാണ്. ചന്ദ്ര അപ്പൊ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ടെങ്കിലും അത് ഓൺ ആവുന്നില്ല. ചന്ദ്ര എന്നിട്ട് ചിന്നുവിനോട് ദേഷ്യപ്പെടുകയാണ്, ഇന്നലെ വരെ ഇതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, നീ ഇതെന്താണ് ചെയ്തത്? ഈ ഒന്നും ചെയ്യാതെ ഇതിപ്പോ ഇങ്ങനെ കേടാവോ?
ഇത്ര രൂപയുടെ മുതലാണ് നീ നശിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്റെ തുണികൾ കൂടി കഴുകാനുണ്ട്, വൈകിട്ട് അലക്കിയിടാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതുകൂടി നീയൊന്ന് അലക്കിയിട്ടേക്ക് എന്ന് ചന്ദ്ര അങ്ങനെ ചിന്നുവിനോട് പറയാണ്. ചിന്നു അപ്പോൾ ശരി, ഞാൻ നനച്ചിട്ടോളാം എന്ന് പറഞ്ഞ് ആ തുണികളും എടുത്തുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അത് കണ്ട് ചന്ദ്രയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷാവുന്നുണ്ട്. ചന്ദ്ര അപ്പൊ തന്നെ മഞ്ജുവിനെ വിളിച്ച് ആ കാര്യം പറയുകയാണ്. ചന്ദ്ര മഞ്ജുവിനോട് പറയുന്നുണ്ട്, ഇതിലും വലിയ പണി അർച്ചനയുടെ മോൾക്ക് ഞാൻ കൊടുക്കും മഞ്ജു എന്നങ്ങനെ ചന്ദ്ര പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ചിന്നു തുണി അലക്കുന്ന കാഴ്ച എനിക്ക് കൂടി കാണണം ചേച്ചി, ചേച്ചി അതൊന്ന് വീഡിയോ എടുക്കണേ എന്ന് മഞ്ജു അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതിനെന്താ ആ കാഴ്ച ഞാൻ ലൈവായി തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഫോണും എടുത്തുകൊണ്ട് ചന്ദ്ര അങ്ങനെ ചിന്നു തുണി അലക്കുന്നത് കാണിക്കാനായി പുറത്തേക്ക് പോവുകയാണ്. എന്നാൽ അവിടുത്തെ ആ കാഴ്ച കണ്ട് ചന്ദ്ര ആകെ ഞെട്ടുന്നുണ്ട്. ആരെയാണ് തുണി അലക്കുന്നത്, തുണി വിരിച്ചിടുന്നത് ചിന്നുവും. അത് കണ്ട് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ചന്ദ്ര മഞ്ജുവിനോട് ഫോണിലൂടെ പറയുന്നുണ്ട്, മഞ്ജു ഞാനിപ്പോ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് ചന്ദ്ര ചിന്നുവിനോട് പോയി ചോദിക്കുന്നുണ്ട്, എന്നോടല്ലേ ഞാൻ തുണി നനച്ചിടാൻ പറഞ്ഞത്, എന്നിട്ട് എന്റെ മോളെ കൊണ്ടാണോ അത് ചെയ്യിക്കുന്നത്, നീ എന്നോട് പകരം വീട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോ ഇന്നു പറയുന്നുണ്ട്, ഞാൻ അലക്കിക്കോളാം എന്ന് പറഞ്ഞതാണ്, ആര്യ കേൾക്കാഞ്ഞിട്ടാണെന്ന് പറയാണ്. ആര്യ അപ്പോ ചന്ദ്രയോട് പറയുന്നുണ്ട്, അമ്മേ ഒരു മിനിറ്റ് ഒന്ന് വായു എന്ന് പറഞ്ഞ് ചന്ദ്രയെ വിളിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ആര്യ അങ്ങനെ ചന്ദ്രയോട് ചോദിക്കുകയാണ്, വാഷിംഗ് മെഷീൻ കേടായതല്ല അമ്മ കേടാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു പണി പറ്റിച്ച കാര്യം ഞാൻ അച്ഛനോട് പറയണോ? അത് അച്ഛൻ അറിഞ്ഞാൽ ഇവിടെ എന്താണ് ഉണ്ടാവുക എന്ന് അമ്മയ്ക്ക് അറിയാലോ. കൊണ്ട് അമ്മ ഇപ്പൊ എന്റെ കൂടെ വായോ, നമുക്ക് 3 പേർക്കും കൂടി തുണി അലക്കിയിടാം എന്നങ്ങനെ ആര്യ പറയുന്നതും ചന്ദ്ര എനിക്ക് വയ്യ, എന്റെ കൈയൊക്കെ വേദനയാണെന്ന് പറയാണ്. ആര്യ ഇപ്പൊ പറയുന്നുണ്ട്, ആ വേദനയൊക്കെ മാറും, അമ്മ വായു എന്ന് പറഞ്ഞ് പിടിച്ച പിടിയാലെ ചന്ദ്രയും വിളിച്ചുകൊണ്ട് തുണി അലക്കാനായി പോവുകയാണ്. അങ്ങനെ ആര്യയുടെ ഭീഷണിക്ക് മുന്നിൽ പേടിച്ചു വിറച്ചുകൊണ്ട് ചന്ദ്ര അങ്ങനെ തുണി നനയ്ക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.